ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, വിനാശകാലേ വിപരീത ബുദ്ധി എന്ന്. ഈ അവസ്ഥയിലാണ് നമ്മുടെ അബ്ദുൽ ഹക്കീം ഇക്ക തുളസിത്തറയിൽ അടിമുടി മുറിച്ചിട്ടത്. തുണി പൊക്കി രോമം പറിച്ചു, ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ തുളസിത്തറ എന്ന് പറഞ്ഞു. അതല്ല, ആരെങ്കിലും ഇസ്ലാം മതവിശ്വാസത്തെ ഇതേ രൂപത്തിലാണ് പരിഹസിച്ചിരുന്നതെങ്കിൽ, മതവികാരം വ്രണപ്പെടുത്തിയിരുന്നതെങ്കിൽ, മുസ്ലിം മതവികാരം മൊത്തവും ഇപ്പൊ പുറത്ത് കാണത്തില്ലായിരുന്നോ? മലപ്പുറവും കോഴിക്കോടും കേരളം മൊത്തം ഇപ്പൊ ഇളകി മറയുമായിരുന്നല്ലോ അവരുടെ മതവികാരം വ്രണപ്പെട്ടെന്ന പേരില്. ഒരുപക്ഷെ പിറ്റേ ദിവസം ഹർത്താൽ തന്നെയാകുമായിരുന്നു. കേരളത്തിന്റെ ഭരണകൂടം മൊത്തം മതവികാരം വ്രണപ്പെട്ടതിന്റെ പേരിൽ കണ്ണീരൊഴുക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. സാഹചര്യമില്ലാതെ പോയി. എന്തായിരുന്നാലും ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ഒരിക്കലും അതിന് മുതിരത്തില്ല. കാരണം ഇസ്ലാം മതവികാരം എത്രമാത്രം മഹത്തരമാണ് എന്ന് അവർക്കറിയാം. എന്തുകൊണ്ടാണെന്നറിയാമോ? അവരും അതേപോലെ തന്നെ ആ കാറ്റഗറിയിൽപ്പെട്ടവരായതുകൊണ്ട്, അവരും മതവിശ്വാസികളായതുകൊണ്ട് അവർക്കതറിയാം നമ്മളുടെ മതവികാരം എങ്ങനെയാണോ വ്രണപ്പെടുന്നത്, അതുപോലെ തന്നെ ആയിരിക്കും അപരന്റെ മതവും മതവിശ്വാസവും വ്രണപ്പെടുന്നത് എന്നറിയാം. അതുകൊണ്ടാണ് ഗുരുവായൂരിൽ തുളസിത്തറയിൽ അടിമുടി പറിച്ചിട്ട കാക്ക ഇന്നും സുരക്ഷിതനായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അബ്ദുൽ ഹക്കീമിനെതിരെ നടപടിയുമായി നഗരസഭ തന്നെ മുന്നോട്ട് വന്നു. ഗുരുവായൂരിലെ നാഷണൽ പാരഡൈസ് ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കാൻ ഗുരുവായൂർ നഗരസഭ തീരുമാനിച്ചു. സന്തോഷം. മാനസിക രോഗികളെയൊക്കെ പൂട്ടിയിട്ട് ചികിത്സിക്കണം. അവരെ ഇങ്ങനെ സ്വൈരവിഹാരത്തിന് വിട്ടിട്ട് മറ്റുള്ളവരുടെ ജനജീവിതം ദുസ്സഹമാക്കരുത്. മറ്റുള്ളവരുടെ ജീവനും ആരോഗ്യവും അഭിമാനവും ഒക്കെ വളരെ പ്രിയപ്പെട്ടതാണ്, മഹത്വപ്പെട്ടതാണ് അവനവന്. വിവിധ കോണുകളിൽ നിന്ന് പരാതിയുടെ കൂമ്പാരവും പ്രതിഷേധത്തിന്റെ അലയൊലികളും കടലിലെ തിരമാലകളെ പോലെ ഇരമ്പിപ്പാഞ്ഞു വന്നപ്പോൾ നഗരസഭ അവിടെ നിന്ന് ആടി. തീരുമാനമെടുക്കുകയല്ലാതെ നിവൃത്തിയില്ല. ബൈബിളിനെ തീവച്ചതുപോലെ അത്ര എളുപ്പമല്ല ഇത് എന്ന് ഏതാണ്ട് കാക്കമാർക്ക് ബോധ്യപ്പെട്ടെന്ന് തോന്നുന്നു. സാമൂഹ്യ സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള അബ്ദുൽ ഹക്കീമിന്റെ വീഡിയോ പുറത്തു വന്നതോടുകൂടി വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഗുരുവായൂരിലെ ഒരു സ്ഥാപനത്തിന് മുമ്പിലുണ്ടായിരുന്ന തുളസിത്തറയിലായിരുന്നു ഇയാളുടെ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പ്രതിഷേധം ശക്തമായി. കടുത്ത മതമൗലികവാദിയാണ് ഇയാള് എന്ന് സംശയിക്കുന്ന ഇയാളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പുറത്തു വന്നു. ഇതിനിടയിൽ ഇയാളെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് രക്ഷിച്ചെടുക്കാനുള്ള ശ്രമവും പോലീസ് നടത്തി. വിവാദ വീഡിയോ ഷെയർ ചെയ്തവർക്കെതിരെ കേസെടുക്കുമെന്ന ഭീഷണിയും തൃശൂർ പോലീസ് മുഴക്കി. 24 വർഷമായി ഹോട്ടൽ നടത്തുന്ന ഇയാൾ ഒരു മാനസിക രോഗിയുമല്ല. പക്ഷേ 25 വർഷമായി ഇയാൾ മാനസിക രോഗിയാണ് എന്ന തരത്തിലുള്ള പോലീസിന്റെ പ്രചാരണത്തിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ പോലീസ് പോസ്റ്റ് പിൻവലിച്ച് ഓടി. ചില ഇതുപോലെയുള്ള സെൻസേഷണൽ ഇഷ്യൂസ് സംഭവിക്കുമ്പോൾ പോലീസ് വേണ്ടുന്ന ചില മുൻകരുതലുകൾ എടുക്കും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ അത് പ്രചരിപ്പിക്കരുത്, ഇത് പ്രചരിപ്പിക്കരുത്, അതിനെക്കുറിച്ച് അഭിപ്രായം പറയരുത്, ഇത് പറയരുത്, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധിക്കുന്ന ചില വിഷയങ്ങളിൽ ശക്തമായി പ്രതികരിക്കുന്ന ആളുകൾക്ക് മൂക്കുകയറിടും. അങ്ങനെ ഇവരുടെ കൂച്ചുവിലങ്ങിൽ നിശബ്ദരായി പോകുന്ന ആളുകളുണ്ട്. ഇത് മതമാണല്ലോ വില്ലനായി വന്നത്. പ്രത്യേകിച്ച് അബ്ദുൽ ഹക്കീം ഒരു ഇസ്ലാം മതവിശ്വാസിയായതുകൊണ്ട് മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളെ മാനിക്കാൻ ഞാൻ ബാധ്യതപ്പെട്ട ആളല്ല, തന്നെയുമല്ല. ഞാൻ ബാധ്യസ്ഥനായിട്ടുള്ളത് എൻ്റെ മതത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും അത് ഫോളോ ചെയ്യുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലുമാണ് എന്ന് ഹക്കീം ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെയാണ് അബ്ദുൽ ഹക്കീമിന് ഒരു പ്രകോപനവുമില്ലാതെ പെട്ടെന്ന് തോന്നുവാണ് ഒരു വിവാദം ഉണ്ടാക്കിയേക്കാം. ഹിന്ദുക്കൾ അങ്ങനെ തുളസിത്തറയിൽ നിന്നിട്ട് അങ്ങനെ ഉണ്ടാക്കണ്ട. ശരി, അവന്റെ അടിമുടിയുടെ വില പോലുമില്ല ഹിന്ദുക്കൾ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന തുളസിത്തറയ്ക്ക് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അയാൾ വീഡിയോയുടെ മുമ്പിൽ നിന്ന് തന്നെ തുണി പൊക്കുന്നു. അത്രയ്ക്ക് മുടി വളർത്തിയിട്ടിരിക്കുവാണെന്ന് ഏതാണ്ട് ആൾക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലുള്ള ഏതാണ്ട് എല്ലാവർക്കും, ഉദ്യോഗസ്ഥർക്കടക്കം മനസ്സിലായിട്ടുണ്ട്. അത്രമാത്രം വളർത്തി കാട് പിടിച്ച് നടക്കുകയാണ്
അവർക്ക് ഷേവ് ചെയ്യലൊന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം എപ്പം വേണമെങ്കിലും പറിച്ചെടുത്ത് എവിടെ വേണമെങ്കിലും ഇടാവുന്ന രൂപത്തിലാണ് ആൾ നടക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ട്. ശരി, പോട്ടെ. അയാൾ ചെട്ടിയിട്ടോ ഇല്ലേ, അയാൾ മുടി വളർത്തിയോ ഇല്ലേ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അപ്പൊ അയാളുടെ അടിമുടിയുടെ വില പോലും ഇല്ലാത്ത തുളസിത്തറയെ അയാൾ ആ രൂപത്തിൽ അപമാനിച്ചപ്പോൾ ഹിന്ദുക്കളല്ലേ, പാഴ് ജന്മങ്ങൾ, അവര് മൈൻഡൊന്നും ചെയ്യത്തില്ല. ഇതുവരെ ഇവരെന്തെല്ലാം ചെയ്തിരിക്കുന്നു. ആ സമയത്തൊന്നുമില്ലാത്ത വൈകാരിക പ്രകടനങ്ങളൊന്നും ഇനിയും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകത്തില്ല എന്നാണ് കാക്ക വിചാരിച്ചത്. ഒടുവിൽ കാക്കായ്ക്ക് പണി കൊടുക്കാൻ നഗരസഭ തന്നെ മുന്നോട്ട് വന്നു. 25 വർഷമായി ഗുരുവായൂരിൽ ഹോട്ടൽ നടത്തുന്ന കാക്ക. ഗുരുവായൂരിൽ വരുന്നത് ഭക്തരാണ്. അവർ വിവാഹാവശ്യത്തിനായിരുന്നാലും അതല്ല എന്ത് കാര്യത്തിന്, കുട്ടികളുടെ ചോറൂണ്, അവർക്ക് ഒരുപാട് ആഘോഷങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ലോഡ്ജുകളിൽ താമസിക്കാൻ വരുന്നത് 99% ഭക്തരായിരിക്കുമല്ലോ. ഞാനും പോയി താമസിച്ചിട്ടുണ്ട്. ഞാനും ഇക്കായും പോയി, ഞങ്ങൾക്ക് അവിടെ വീട് വെച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ അവിടെ പോയി താമസിച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ. അതാ ഞാൻ പറഞ്ഞത് 99%. ബാക്കി 1% വരുന്ന ആളുകൾ യാത്രക്കാരോ അതല്ലെങ്കിൽ കാഴ്ചകൾ കാണാനോ വിദേശികളോ ഒക്കെ വരാമല്ലോ, സ്വാഭാവികമാണ്. അപ്പോൾ ഈ ഭക്തരുടെ പണം വേണം ഇവന് വളരാൻ. വലിയ ബിൽഡിംഗ്, നാഷണൽ പാരഡൈസ് ഹോട്ടൽ, ഇതൊക്കെ ആരുടെ പണത്തിലാണ് തിന്ന് കൊഴുക്കുന്നത്? ഏറ്റവും ഒടുവിൽ അവർക്കിട്ട് തന്നെ വേല വെച്ചപ്പോൾ കാക്ക വിജയിച്ചു എന്ന് വിചാരിച്ചു. ഒടുവിൽ പോലീസിന്റെ ഒരു ഉമ്മാക്കി, അയാൾ ഒരു മാനസിക രോഗിയാണ്, അയാളെ സംബന്ധിച്ചൊന്നും പറയരുത്, ആ വീഡിയോ പ്രചരിപ്പിക്കരുത്, അതിനെക്കുറിച്ച് ഇനി ആരും പ്രതികരിക്കരുത്. എന്നാ പിന്നെ അതുകൊള്ളാലോ, ഹിന്ദുക്കളുടെ മതവികാരത്തിന് മാത്രം ഇവിടെ പുല്ലുവിലയേ ഉള്ളൂ. എന്നാ പിന്നെ പ്രതികരിച്ചിട്ട് തന്നെ കാര്യം സോഷ്യൽ മീഡിയ ഇളകി. ഒടുവിൽ പോലീസിന് ആ പോസ്റ്റ് പിൻവലിച്ചിട്ട് ഓടേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. 25 വർഷമായി മാനസിക രോഗത്തിന് ചികിത്സിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു ഹോട്ടൽ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അപ്പോൾ ഇവന്റെ മാനസികം ചൈനയിലെ മതരോഗമാണ്. ചൈന മതത്തിന് മാനസിക രോഗം എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഇവന്റെ മാനസിക രോഗം എന്ന് പോലീസ് പറഞ്ഞ് ഇവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് എന്തിനാണ്? ബൈബിള് കത്തിച്ച മുഹമ്മദ് മുസ്തഫയെയും രക്ഷപ്പെടുത്താൻ പോലീസ് പ്രയോഗിച്ചത് ഇതേ തന്ത്രമാണ്, മാനസിക രോഗം. എളുപ്പമുണ്ടല്ലോ. അപ്പൊ പച്ച വെളിച്ചത്തിന്റെ പോലീസ് എവിടെയൊക്കെയാണോ നുഴഞ്ഞു കയറിയിരിക്കുന്നത് അവിടെയൊക്കെ ഇത്തരം ക്രിമിനലുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സജീവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നിപ്പോ മനസ്സിലായില്ലേ? ഹിന്ദുക്കൾക്ക് മനസ്സിലായി. ഇനിയെങ്കിലും നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ നമ്മൾ കഴിവുകെട്ടവരായി പോകുമെന്ന് മാത്രമല്ല, നാളെ ഇതിനപ്പുറം സംഭവിക്കുമെന്ന് മനസ്സിലായി. നമ്മുടെ സ്പീക്കർ പറഞ്ഞ ഗണപതി മിത്ത് വിവാദത്തിൽ പോലും മിണ്ടാതിരുന്ന, നിശബ്ദമായിരുന്ന ആളുകൾക്ക് മനസ്സിലായി എന്തിന് നമ്മൾ നിശബ്ദരായിരിക്കണം. നമ്മൾ ഇനിയെങ്കിലും പ്രതികരിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. അതെ, അങ്ങനെ അവർ പ്രതികരിക്കാൻ പഠിച്ചപ്പോൾ കൃത്യമായ രൂപത്തിൽ നിയമം കിട്ടി. അബ്ദുൽ ഹക്കീമിന്റെ ഹോട്ടലിന് പൂട്ടും വീണു. കാക്കയുടെ ലൈസൻസ് പൂട്ടിക്കെട്ടി. ഇനി കാക്കായ്ക്ക് അന്തസ്സായിട്ട് വീട്ടിലിരുന്ന് അടിമുടി പറിച്ച് എണ്ണി അടുക്കി വെക്കാം. ആരും വീഡിയോ പിടിക്കില്ല, ആരും വിവാദമായിട്ട് വരില്ല, പോലീസ് കേസ് എടുക്കില്ല, ഒരു പ്രശ്നവുമില്ല. ധൈര്യമായിട്ട് ഹോട്ടലിൽ നടന്ന് അങ്ങനെ പോണം ഇങ്ങനെ പോണം, ഒരു പ്രയാസമോ വെകിളിയോ വെപ്രാളമോ ഒന്നുമില്ല. ധൈര്യമായിട്ട് കാക്കായ്ക്ക് കാക്കയുടെ ജോലിയുമായിട്ട് മുന്നോട്ട് പോകാം. നന്ദി.